ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവാകരങ്ങളിൽ നമുക്ക് നമ്മെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. ദൈവാസന്നിധിയിൽ വിനയത്തോടുകൂടി ആയിരിക്കാൻ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ നന്മകളെ വളരെ ആത്മാർത്ഥതയോടുകൂടി ദൈവത്തോട് അപേക്ഷിപ്പാൻ, നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനാപൂർവം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ഇന്നത്തെ ആരാധന മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 429 ഗീതം പാടാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 429 ഗീതം. വാരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. വാരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. തരണം നിൻ സാന്നിധ്യമേ, ജനം തിരുമുഖം ദർശിച്ചാനന്ദിപ്പാ. ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. കരുണകൾ കുടയവനേ, നിൻ നാമത്തെ നിരന്തരം ഭജിച്ചിടുവാൻ. കരുണകൾ കുടയവനേ, നിൻ നാമത്തെ നിരന്തരം ഭജിച്ചിടുവാൻ. അകമതിലകമകിലം അകറ്റി നീ തികയ്ക്കുക വിശുദ്ധിയുള്ളിൽ. അകമതിലകമകിലം അകറ്റി നീ തികയ്ക്കുക വിശുദ്ധിയുള്ളിൽ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. വചനത്തിനരികിൽ ഞങ്ങൾ ഹൃദയത്തെ വണങ്ങി നിൻ സ്വരം ഗ്രഹിപ്പാൻ. വചനത്തിനരികിൽ ഞങ്ങൾ ഹൃദയത്തെ വണങ്ങി നിൻ സ്വരം ഗ്രഹിപ്പാൻ. പരിശുദ്ധാത്മാവിൻ നിറവിൽ നിൻ ദാസരെ വചനത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ നിറവിൽ നിൻ ദാസരെ വചനത്താൽ നിറയ്ക്കണമേ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. അവനിൽ അഭയമതാം ഒരേയിടം പരനുടെ തിരുസവിധം. അവനിൽ അഭയമതാം ഒരേയിടം പരനുടെ തിരുസവിധം. അനവദ്യമനശ്വരമാ വസസ്ഥലം അവനൊരുക്കുന്നു നമുക്കായി. അനവദ്യമനശ്വരമാ വസസ്ഥലം അവനൊരുക്കുന്നു നമുക്കായി. വരിക പരാപരനേ, ഈ
ചൊരിക കൃപാവരങ്ങൾ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കാവുന്നത്ര. ഒന്നാം പാഠഭാഗമായി 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. 2 രാജാക്കന്മാർ 20-ന്റെ 1 മുതൽ 11 വരെ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിൽ ആക്കുക, നീ മരിച്ചുപോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അരുളിപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ മകനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തു രക്ഷിക്കും. പിന്നെ യെശയ്യാവ്, ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവൻ അത് കൊണ്ടുവന്നു പരുവിന്മേലിട്ടു. അവന് സൗഖ്യമായി. ഹിസ്കിയാവ് യെശയ്യാവോട്, യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകുകയും ചെയ്യുമെന്നതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചു. അതിന് യെശയ്യാവ് യഹോവ അരുളി ചെയ്തത് കാര്യം നിവൃത്തിയാകുമെന്നുള്ളതിന് യഹോവങ്കൽ നിന്ന് ഇത് നിനക്ക് അടയാളം ആകും. നിഴൽ 10 പടി മുമ്പോട്ട് പോകണമോ 10 പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു. അതിന് ഹിസ്കിയാവ്, നിഴൽ 10 പടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു, അങ്ങനെയല്ല, നിഴൽ 10 പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി. ഇങ്ങനെ 1-ാം പാഠം അവസാനിച്ചു. രണ്ടാം പാഠഭാഗമായി യോഹന്നാനുണ്ടായ വെളിപ്പാട് 22-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 22-ന്റെ 1 മുതൽ 7 വരെ. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്കുതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവരവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു.
ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നു പറഞ്ഞു. ഇവിടെ പാഠഭാഗങ്ങൾ അവസാനിച്ചു. വിളിവു നിറഞ്ഞ രക്ഷകനേ, നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാ ഞങ്ങളിന്നു വെളിച്ചം കാണുന്നു. സ്വർഗസ്ഥാപിതാവിൻ കാതിരേ ഞങ്ങളെ ഇന്ന് മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പുത്രനും വചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ സകല മനുഷ്യരുടെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ കന്യമറിയാമിൽ ജഡം ധരിച്ച് ഭേദകൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ തൃത്വത്തിൽ ഒരുവനും തന്റെ പിതാവിനോടും ജീവനുള്ള തന്റെ വിശുദ്ധ റൂഹായോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു.
ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ദർശനത്തിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് സ്ലീഹയുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്
തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഹാലലിയാ, ഹൂ ഹാലലിയാ, ഹാലലിയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീന അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഹോശോ വബുകുല സബാൻ ഓൽമീൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ ശിമിശുഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവരും വരുവാനിരിക്കുന്നവരുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അറിയാമെന്ന ജഡമെടുത്ത ദൈവമായി ജീവന്റെ ഭദ്രമായ നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടി കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ത എന്ന എബ്രായ പേരുള്ളൊരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. സുവിശേഷം നീ തന്നതിനാൽ സ്തോത്രം. നിന്നറിയിപ്പിൽ നിർവചനം കേൾക്കയാൽ നിന്നെ മഹത്വീകരിപ്പാൻ യോഗ്യരാക്ക ഞങ്ങളെ. സ്തോമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ.
നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യാഗമായി അർപ്പിക്കുകയും തൻ്റെ ശരീരം മുറിച്ച് നമ്മെ പോഷിപ്പിക്കുകയും തൻ്റെ രക്തം നമുക്ക് പാനീയമായി നൽകുകയും തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്ത മശിഹാ തമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ നാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലഓൽമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സർവ്വജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും കശീശന്മാരെയും സുവിശേഷകരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുള്ള അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനുമാകുന്നുവല്ലോ. സമാധാനത്തിൻ്റെ മക്കൾക്കുള്ള നല്ല അവസാനത്തിനും ക്രിസ്തീയ പൂർണ്ണതയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ദൈവികമായ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന നേരത്ത് നിന്റെ ആലയത്തിൽ കൂടി നിന്നിൽ നിന്നുള്ള ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കിപ്പാർക്കുന്ന നിന്റെ ദാസരായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹാടെ നൽവരം ഞങ്ങൾക്ക് അയച്ചു തരണമേ. തിരുശരീരവും വിലമതിക്കാവതല്ലാത്ത തിരുരക്തവും കൈക്കൊള്ളുന്നതിന് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങളെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടിയിൽ നിന്നും ഞങ്ങളെ നീ വിടുവിക്കണമേ. ജയമുള്ള നിന്റെ സ്ലീവായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ നിന്റെ എഴുന്നള്ളത്തിൽ നിന്റെ വലതുഭാഗത്തുള്ളവരോടുകൂടെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബുകുല സുബാൻ ലഓൽമീൻ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ എന്ന ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ നാം ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും
മൊത്തത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹയാൽ കന്യമറിയാമിൽ ജഡധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവചനപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകരൂഹായിലും കാതോലികവും അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്തോമൻ കാലോസ് എല്ലാവർക്കും ഇരിക്കാം. ദൈവ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് ലഭിക്കുന്ന ഓരോ അവസരവും വളരെ ശ്രേഷ്ഠമായി ഞാനും നിങ്ങളും കാണേണ്ടുന്നത് ആവശ്യമാണ്. ഭൗതികവും ആത്മീയവും ശാരീരികവുമായിട്ടുള്ളതായ നന്മകളെ ദൈവം നൽകുമ്പോൾ മറന്നുപോകാതെ നന്ദി പറയുവാൻ കഴിയണം. ആയുസ്, കുടുംബജീവിതത്തിൻ്റെ ധന്യത അതിൽ പ്രാധാന്യമർഹിക്കുന്നതായ കാര്യമാണ്. ഈ നാളുകളിൽ ജന്മദിനം കൊണ്ടാടിയും വിവാഹ വാർഷികം കൊണ്ടാടിയും ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതായ ആളുകളെ പ്രത്യേകമായി നമുക്ക് ഓർക്കാം. അത്തരത്തിൽ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നവർക്ക് സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് വരാവുന്ന അത്രേ. യാഗപീഠത്തിൽ നാഥാ ഞാൻ സമസ്തം നിൻ സ്വന്തം നിന്റേതായിടുക കുലുങ്ങാതൻ വിശ്വാസം പീഠത്തിൻ മേലെന്നെ ഞാൻ വെച്ചു തീക്കായി കാക്കുന്നു കാത്തു കാത്തിരിക്കുന്നേ തീരാൻ നോക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വിനയത്തോടും താഴ്മയോടും കൂടി അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതായ എല്ലാ നന്മകളെയും ഒരിക്കൽ കൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി ഒന്ന് ചിന്തിക്കുവാൻ, വളരെ താല്പര്യപൂർവ്വം ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ ഞങ്ങൾക്ക് വീണ്ടും ഒരുക്കുന്നതായി ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ നന്മകളെ പ്രാപിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഈ നാഥനായിട്ടുള്ളതായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി മുന്നമേ കരുതിയിട്ടുണ്ട് എന്ന് ഓർക്കുവാനും അവിടുത്തെ ശ്രേഷ്ഠമായ നന്മകളെ, ദാനങ്ങളെ അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിപ്പാനും ഞങ്ങളെ നിരന്തരം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവേ, ഈ നാളുകളിൽ ജന്മദിനം കൊണ്ടാടുന്നവരെയും വിവാഹ വാർഷികം കൊണ്ടാടുന്നവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആയുസ്സിൽ ഒരു വർഷക്കാലം കൂടി പിന്നിടുവാനും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവം തമ്പുരാൻ അവസരം നൽകിയിരിക്കുന്നുവല്ലോ. കർത്താവെ, ഒരു വർഷം പിന്നിടുന്നത് കൊണ്ടല്ല, ഞാനും ഞങ്ങൾ ഉൾപ്പെടുന്നതായ എല്ലാ സമൂഹവും കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഓരോ നിമിഷവും
ഓരോ നിമിഷവും ജീവിക്കുവാൻ ശേഷിക്കുവാനായിട്ട് അവിടുത്തെ വലിയ കരുണ ആവശ്യമാണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ അനുനിമിഷം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. പല ഇടങ്ങളിൽ കർത്താവെ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും കരുണയും കൃപയും ഉണ്ടാകണം. പുതിയ വർഷം നന്മകളുടേതാക്കി തീർക്കണം. സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ഇടയാക്കണം. അവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വിവിധങ്ങളായ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പാട്ട് പാടുന്നതായ സമയം സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നത്ര. നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവടച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതയെന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതയെന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഞങ്ങളുടെ പ്രിയ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും പൂർത്തീകരണം ഞങ്ങളുടെ സമർപ്പണത്തിലൂടെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, പലപ്പോഴും ഞങ്ങളെ തന്നെയും ഞങ്ങൾക്കുള്ളവയും സമർപ്പിക്കുവാനായിട്ട് മടി കാണിക്കുന്നവരും, കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ
അവിടുന്ന് തരുന്നതായ നന്മകളെ മറന്നു പോകുന്നവരുമാണ്. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ വരുന്നത് അങ്ങയ്ക്ക് പ്രസാദമുള്ളതായി തീരുവാനും ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമമഹത്വത്തിനും അവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്കും ഞങ്ങളുടെയൊക്കെ അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാഴ്ചകൾ കർത്താവെ വളരെ വിനയത്തോടുകൂടി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. തുടർന്നും ഇത്തരത്തിൽ കാഴ്ചകളുമായി അവിടുത്തെ സന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് നിന്ന് ഒരു വാക്യം കൂടി വീണ്ടും ചിന്തയ്ക്ക് ആധാരമായി വായിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങളിൽ 6-ാമത്തെ വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നുവെന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. യേശു ക്രിസ്തു നൽകുന്ന സമഗ്ര സൗഖ്യം, ഹോളിസ്റ്റിക് ഹീലിംഗ്, ഇന്ന് സഭ ചിന്തിക്കുന്നതായ വിഷയമാണ്. മെഡിക്കൽ മിഷൻ സൺഡേ ആയിട്ട് വേർതിരിച്ചിരിക്കുന്നതായ ഈ ദിവസം സൗഖ്യമാക്കുന്നത് കർത്താവാണ്. കർത്താവിന് സൗഖ്യമാക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് വളരെ ആത്മാർത്ഥതയോടുകൂടി സഭ ധ്യാനിക്കുന്നതായ ഒരു പ്രത്യേക സന്ദർഭം. ചികിത്സയിലുള്ളതായ ചൂഷണ രീതികളെപ്പറ്റിയും ചികിത്സ നിഷേധിക്കപ്പെടുന്നതായ ഇടങ്ങളെപ്പറ്റിയുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചികിത്സ, സൗഖ്യം എന്നൊക്കെ പറയുന്നത് ഏത് മനുഷ്യൻ്റെയും ആവശ്യവും ഏത് മനുഷ്യനെയും ആകർഷിക്കുന്നതുമായിട്ടുള്ളതായ അനുഭവമാണ്. ഒരുപക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയെങ്കിൽ ഒരു രോഗി സൗഖ്യമാകുന്നതായ ഒരനുഭവമാണ് ഈ ബെഥസ്ത എന്ന് പറയുന്നതായ ഇടത്ത് നടക്കുന്നതായി നമ്മൾ കാണുന്നത്. ഈ വേദഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് നൽകുന്നതായ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. 1, നൊമ്പര തീരങ്ങളിൽ നിന്നും ആനന്ദ ഉറവെങ്കിലേക്ക് പോരുവാൻ മനസ്സുണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഡു യു വാണ്ട് ടു മൂവ് ഔട്ട് ഓഫ് ദിസ് ഷോർ ഓഫ് ആഗണി ആൻഡ് ഗ്രീഫ് ടു ദ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്? 38 വർഷമായിട്ട് കിടന്നിരുന്നതായ രോഗിയോട് മനസ്സ് ഉണ്ടോ സൗഖ്യമാകുവാൻ എന്ന് ചോദിക്കുന്നതായ ചോദ്യം അപ്രസക്തമല്ലേ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണത്. നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനസ്സ് കേവലം ഒരു സൗഖ്യത്തെക്കാൾ ഉപരിയായി അതിനപ്പുറമായിട്ടുള്ളതായ ചില അനുഭവങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ നടുവിൽ കഴിഞ്ഞിരുന്നതായ മനുഷ്യൻ ഇന്ന് ലഭിക്കും നാളെ ലഭിക്കുമെന്ന് പറഞ്ഞ് 38 വർഷങ്ങളായിട്ട് കഴിയുക. ഒരു മനുഷ്യ ആയുസിൻ്റെ പകുതിയോ അല്ലെങ്കിൽ പകുതിയിലധികമോ ആയിട്ടുള്ളതായ വർഷം സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. എവിടെ? വീട്ടിലല്ല, കുളക്കരയിലാണ്. ഈ മനുഷ്യനോടാണ് കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എങ്ങനെ? നീ ഇപ്പോൾ കഴിയുന്നത് ഒരു സങ്കടതീരത്താണ്.
നിനക്കൊത്തിരിയേറെ സങ്കടങ്ങൾ മാത്രമാണ് ഈ കുളക്കരയിൽ കിടക്കുമ്പോൾ പറയുവാനായിട്ടുള്ളത്. അത് ഈ മനുഷ്യൻ്റെ വാക്കുകളിൽ പ്രകടവുമാണ്. 7-ാം വാക്യത്തിൽ കർത്താവിനോട് ഈ മനുഷ്യൻ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. എനിക്ക് ആരുമില്ല. ഇതൊരു വലിയ പ്രയാസമേറിയതായ അനുഭവമാണ്. സൗഖ്യം ലഭിക്കുന്നോ ലഭിക്കുന്നില്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി തീവ്രമായിട്ടുള്ളതായ ഒരു വികാരമാണ് എനിക്ക് ആരും ഇല്ല എന്ന് തോന്നിപ്പോകുന്നതായ അനുഭവം. എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ഈ കുളത്തിൽ പോയി ഇറങ്ങുകയും എനിക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. 38 വർഷമായി ഞാൻ കാത്തിരുന്നു, ഇന്നുവരെയും ഒരുത്തനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അല്ല എങ്കിൽ ഇന്നുവരെയും ആരും ഈ സഹായഹസ്തം എന്നിലേക്ക് നീട്ടിയില്ല. എത്ര വലിയ ഒരു മാനസിക സംഘർഷത്തിൽ കഴിയുന്നതായ അനുഭവമാണെന്ന് നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ പത്രമാധ്യമങ്ങളിൽ 14 വർഷം വെന്റിലേറ്ററിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു രോഗിയെപ്പറ്റി നമ്മൾ വായിച്ച് കേട്ടു. 14 വർഷം വെന്റിലേറ്ററിൽ കഴിയുക, എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. ജില്ലാ കളക്ടർ ആ രോഗിയെ സന്ദർശിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളൊരു പോരാളിയാണ്, നിങ്ങളൊരു ധീരനാണ്. ഒരു ധീരന് മാത്രമേ ഇങ്ങനെ 14 വർഷക്കാലം ഒരു ബെഡിൽ താൻ എന്തൊക്കെയോ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി മാത്രം ജീവിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ മനുഷ്യൻ പുഞ്ചിരിയോടുകൂടി കളക്ടറോട് സംഭാഷിക്കുന്നതായ ഒരു ചിത്രവും നമ്മൾ കണ്ടതാണ്. എങ്ങനെ ആ മനുഷ്യന് ചിരിക്കാൻ കഴിയും? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യൻ ചിരിക്കാൻ കഴിയും? ചാൾസ് സ്പർജൻ ഒരു ഇംഗ്ലീഷ് ക്രൈസ്തവ പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇപ്രകാരം കേട്ടിട്ടുണ്ട്: ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് വി ഹാവ് ബട്ട് ഹൗ മച്ച് വി എൻജോയ് ദാറ്റ് മേക്സ് ഹാപ്പിനെസ്. എത്രമാത്രം നിനക്കുണ്ട് എന്നുള്ളതല്ല, എത്രമാത്രം നിനക്ക് ഉള്ളത് കൊണ്ട് എൻജോയ് ചെയ്യുവാൻ, ആഘോഷിക്കുവാൻ, ആസ്വദിക്കുവാൻ കഴിയുന്നു, അതാണ് സന്തോഷത്തിൻ്റെ അനുഭവം. 38 വർഷമായിട്ട് നീ കുളക്കരയിൽ കിടക്കുന്നുവോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഈ 38 വർഷമായിട്ടും എൻ്റെ ഈ രോഗത്തിന് സൗഖ്യമുണ്ടായില്ലല്ലോ എന്നുള്ളതുമല്ല വിഷയം. ആയിരിക്കുന്ന അവസ്ഥയിൽ ഐ ആം ഹാപ്പി, ഐ എൻജോയ് മൈസെൽഫ്. എനിക്ക് ആരുമില്ല ഈ എൻജോയ്മെൻ്റ് ഒന്ന് പങ്കുവയ്ക്കാൻ, ബട്ട് സ്റ്റിൽ ഐ എൻജോയ്. കർത്താവ് ഈ രോഗിയോട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? എന്ത്? നിന്റെ ഈ മാനസിക സമ്മർദ്ദങ്ങളുടെ നടുവിൽ നിന്ന്, നിന്റെ ഈ ആഗണി നിറഞ്ഞതായ, സങ്കടം നിറഞ്ഞതായ ഈ തീരത്ത് നിന്ന് നിനക്ക് സന്തോഷത്തിൻ്റെ ഉറവയാകുന്നതായ എന്നിലേക്ക്, ഈ ലോകത്തിലേക്ക് വരുവാൻ മനസ്സുണ്ടോ? യെസ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും നമ്മുടെ സങ്കടതീരങ്ങളിൽ തന്നെ കുത്തിയിരിക്കുന്നവരാണ്. ഇതിന് പുറത്ത് കിടക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് ജീവിച്ച് തീർക്കാം. അല്ല, കർത്തൃസന്നിധിയിലേക്ക് ചെന്ന് സന്തോഷത്തെ കൈവരിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ ഇടയാക്കി തീർക്കൂ എന്നുള്ളതായ ഒരു വലിയ വിചാരത്തോടു കൂടി ജീവിപ്പാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയണം. അപ്പോൾ ആഗണിയുടെ, സങ്കടത്തിൻ്റെ തീരത്ത് നിന്ന് സന്തോഷത്തിൻ്റെ ഉറവെങ്കിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സൗഖ്യം മനസ്സിനാണ്. നിന്റെ മനസ്സിനാണ് സൗഖ്യം വേണ്ടുന്നത്. 2, സാമാന്യ അറിവിൽ നിന്ന് അസാമാന്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഡു യു വിഷ് ടു മൂവ് ഫ്രം കോമൺ നോളജ് ടു എക്സെപ്ഷണൽ, എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ്? നിനക്ക് ഈ സാമാന്യമായിട്ടുള്ളതായ ഒരു അറിവുണ്ട്. എന്ത്? ഈ കൊളക്കരയിൽ കിടന്നാൽ എന്നേലും ഒരു കാലത്ത് ഞാൻ സൗഖ്യമാവും, എന്നേലും ഒരിക്കൽ ഈ ദൂതൻ വന്ന് ഈ കുളം കലക്കുമ്പോൾ ഞാൻ അന്ന് ഇതിനകത്ത് ഇറങ്ങി സൗഖ്യം പ്രാപിക്കും. ഇതൊരു സാമാന്യ അറിവാണ്.
ഒരു പക്ഷേ 38 വർഷമായിട്ട് കിടക്കുന്നതായ ഒരുവനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലർക്കും സൗഖ്യം പ്രാപിച്ചത് കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഇയാൾ കിടക്കുന്നത് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആരാണ് 38 വർഷം ഒരിടത്ത് കിടക്കാൻ പോകുന്നത്? ചികിത്സ തേടി ഒരു ഡോക്ടറെ നമ്മൾ കാണുമ്പോൾ അടുത്ത 2 ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കോഴ്സ് മരുന്നുകൊണ്ട് വ്യത്യാസമില്ല എങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ മാറും, ഡോക്ടറെ മാറും, ചികിത്സാ വിധികൾ മാറും. ഇംഗ്ലീഷ് മരുന്നിൽ നിന്ന് ആയുർവേദത്തിലേക്കും, ആയുർവേദത്തിൽ നിന്ന് ഹോമിയോപ്പതിയിലേക്കും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സംവിധാനത്തിലേക്ക് മാറാൻ ശ്രമിക്കും. ഇവിടെ 38 വർഷമായിട്ട് ഒരുവൻ കിടക്കുക. സാമാന്യ അറിവാണ്. ചികിത്സയെപ്പറ്റി സാമാന്യമായിട്ടുള്ള ഒത്തിരിയേറെ അറിവുകൾ നമുക്കുണ്ട്. രോഗം വരുന്നു, ഇന്ന ഡോക്ടറെ കണ്ടാൽ സൗഖ്യം പ്രാപിക്കും, അല്ലെ ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ സൗഖ്യം പ്രാപിക്കും. എന്നാൽ അസാമാന്യമായ ഒരനുഭവമാണ് നമുക്ക് വേണ്ടുന്നത്. ഈ അസാമാന്യമായ അനുഭവത്തിലേക്കാണ് കർത്താവ് ഈ രോഗിയോട് ചോദിക്കുന്നത്. ഈ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അതോ നീ ഈ സാമാന്യ അറിവ് കൊണ്ടങ്ങ് ജീവിക്കുമോ? ഒരുപക്ഷെ ഈ സാമാന്യ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു എന്നുള്ളതിന് തെളിവ് ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സുണ്ടെന്ന് ഒറ്റവാക്കി പറഞ്ഞാൽ പോരായിരുന്നു. ആ മനുഷ്യൻ മറുപടി പറയുന്നത്, എനിക്ക് ആരുമില്ല കുളത്തിലൊന്നും കൊണ്ടാക്കാൻ, അതുകൊണ്ടാണ് ഞാനിവിടെ കിടക്കുന്നത്. അതാണ് അവൻ്റെ അറിവ്. ഈ ചോദിക്കുന്നവൻ സൗഖ്യം നൽകുവാൻ കഴിവുള്ളവനാണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേസ്, എനിക്ക് വേണം എന്ന് പറയാമായിരുന്നു. ഞാനും നിങ്ങളും ഇന്ന് കർത്താവ് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി പല വഴികൾ പരതുന്നവരാണ്. നമ്മളോടും ഈ കർത്താവ് നിരന്തരം ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടാവാം, പ്രിയ മകനെ, പ്രിയ മകളെ, പ്രിയ സുഹൃത്തെ, നിനക്ക് ഈ സാമാന്യ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാറി അസാമാന്യമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നിനക്ക് താല്പര്യമുണ്ടോ? എൻ്റെയും നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കാം? സോറൻ കിർക്കെഗാർഡ് ഒരു ഡാനിഷ് തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇപ്രകാരമാണ്: ലൈഫ് ക്യാൻ ഓൺലി ബി അണ്ടർസ്റ്റുഡ് ബാക്ക്വേർഡ്സ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി ലീവ്ഡ് ടുവേർഡ്സ്. ജീവിതം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് പിറകിലേക്ക് നോക്കിയാണ്. പിറകിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? പിറകിലേക്ക് നോക്കി എക്സ്പീരിയൻസിൽ ഞാനും നിങ്ങളും നിൽക്കുന്ന എന്തിനാണ്? മുൻപോട്ട് ജീവിക്കാനാണ്, അല്ല വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടിയല്ല. ആരും തിരിച്ചു പോകുവാനായിട്ട് ജീവിതത്തിൽ കഴിയത്തില്ല, തിരിച്ചു പോക്കുക സംഭവിക്കത്തില്ല. എന്നാൽ തിരിഞ്ഞു നോക്കി മുൻപോട്ട് പോകുവാനായിട്ടുള്ളതായ വലിയ നന്മ. ഈ രോഗിയോട് കർത്താവ് പറയുവാണ്, നിന്റെ ഈ സാമാന്യമായ അറിവ്, നിനക്ക് സൗഖ്യം നൽകുവാൻ, നിന്റെ ശാരീരികമായ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ നിന്റെ സാമാന്യമായ അറിവ് പോരാ. അസാമാന്യമായ അനുഭവത്തിലേക്ക് നീ പ്രവേശിക്കണം. ഒരു ശാരീരികമായ സൗഖ്യത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് കർത്താവ് പറയുന്നതായി വാക്കുകളെ വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയുക. 3, പ്രതീക്ഷയുടെ അലകൾ കുളത്തിലല്ല, കുളക്കരയിൽ നിൽക്കുന്നതായ യേശുവിലാണ്. ഇത് നീ വിശ്വസിക്കുവാനായിട്ട് തയ്യാറുണ്ടോ? The ripples in this lake, in this water, ഈ റിപ്പിൾസ്, ഈ അലകൾ, ഇതല്ല യഥാർത്ഥമായി പ്രതീക്ഷ വെക്കേണ്ടുന്നത്. ചില സൂചനകളാണ്. ഞാനും നിങ്ങളും പ്രതീക്ഷ അർപ്പിക്കുന്നത് ചില സൂചനകളിൽ കൂടിയാണ്. ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയായിരിക്കാം. എൻ്റെയും നിങ്ങളുടെയും പ്രതീക്ഷ ഭൗതികമായ ചില കാര്യങ്ങളിലാണ്. പക്ഷേ why don't you put your hope in our God Almighty?
നിനക്കെന്തുകൊണ്ട് പ്രതീക്ഷ എന്നിൽ അർപ്പിക്കുവാനായിട്ട് കഴിയുന്നില്ല? നീ ഈ കുളത്തിലെ കലക്കവും ഇതിൻ്റെ ചലനവും നോക്കി നീ ഇങ്ങനെ വളരെ സസൂക്ഷ്മം ശ്രദ്ധാപൂർവം കാത്തിരിക്കുകയാണ്. ഏതോ ഒരുവൻ വന്നിട്ട് ചോദിക്കുകയാണ് മനസ്സുണ്ടോന്ന്. ഒരുപക്ഷെ ചോദിച്ച ആളെ നോക്കാതെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവാം, എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ലെറ്റ് മീ വാച്ച് കെയർഫുള്ളി. ഞാനൊന്ന് ശ്രദ്ധാപൂർവം വീക്ഷിച്ചോട്ടെ, അതിൻ്റെ അനക്കം പറ്റുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ചാടാൻ പറ്റുമോ. അതിൻ്റെ ഇടയിലാണ് കൊച്ചു വർത്തമാനമായിട്ട് ഒരാൾ വന്നിരിക്കുന്നത്. ബട്ട് സി, നിങ്ങളുടെ പ്രതീക്ഷ ഈ അലകളിലൊന്നും കാണണ്ട. കർത്താവ് പറയുന്നതിലോ, നിങ്ങൾ ചില സൂചനകൾ കാണും, ചില ശ്രുതികൾ കേൾക്കും, പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതൊന്നും കണ്ടിട്ട് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബിലീവ് ഇൻ ഗോഡ് ഓൾമൈറ്റി. നീ വിശ്വസിക്കണം. എന്ത്? കുളത്തിലല്ല നിന്റെ പ്രതീക്ഷ, കുളക്കരയിൽ നിൽക്കുന്നതായ ക്രിസ്തുവിലാണ് നിന്റെ പ്രതീക്ഷ. ഇത് ആധ്യാത്മികമായിട്ടുള്ളതായ സൗഖ്യത്തെ സൂചിപ്പിക്കുന്ന അനുഭവമാണ്. ഇന്ന് ക്രൂസൈഡുകളുടെയും രോഗശാന്തി ശുശ്രൂഷകളുടെയും കാലഘട്ടമാണ്. രോഗശാന്തി ശുശ്രൂഷ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വെപ്രാളപ്പെട്ട് പായുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അവിടെ ഒരു ചലനമുണ്ട്, ആ ചലനത്തിൽ സൗഖ്യമുണ്ട്. അരികെ നിൽക്കുന്നതായ കർത്താവിൽ സൗഖ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലായിരിക്കാം, കഴിയാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവാം. എന്നാൽ ഈ അലകളൊന്നും കണ്ട് പ്രതീക്ഷ അർപ്പിക്കാൻ പോകരുത്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം തിരയിളക്കത്തിനുള്ളതായ സാധ്യത ഈ കർത്താവ് ഒരുക്കുവാനായിട്ട് മതിയായവനാണ്. പുറമേയുള്ള അലകളൊന്നുമല്ല, ഹൃദയത്തിലുള്ളതായ തിരകളാണ് ആവശ്യം. ഈ തിരകൾക്ക് കൂടെയുള്ള കർത്താവിനെ ഒന്ന് നോക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ വിശ്വാസത്തിൽ ഒരു വലിയ മാറ്റത്തിന് നീ ഒരുക്കമാണോ? ആധ്യാത്മിക തലം ഞാൻ പറഞ്ഞു, 3 കാര്യങ്ങൾ പറഞ്ഞു. 1 മാനസികമായ തലവും, 2 ശാരീരിക തലവും, 3 ആധ്യാത്മിക തലവുമാണ് പറഞ്ഞത്. സൗഖ്യം. ഈ രോഗിയോട് ചോദിച്ചതായ ചോദ്യം ഇന്ന് കർത്താവ് എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, മനസ്സുണ്ടോ നിനക്ക് സൗഖ്യമാകുവാൻ? എന്തിലാണ് മനസ്സ് വേണ്ടുന്നത് എന്നാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്. നൊമ്പര തീരങ്ങളിൽ നിന്ന് സന്തോഷത്തിൻ്റെ ഉറവെങ്കിലേക്ക് സഞ്ചരിക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? സാമാന്യ അറിവിൽ നിന്ന് അസാമാന്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ കുളത്തിലെ അലകളുടെ അനുഭവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിനപ്പുറമായി കുളക്കരയിൽ നിൽക്കുന്നതായ കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ നാളുകളിൽ അത്തരത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ശ്രേഷ്ഠമായ അവിടുത്തെ വചനം വായിക്കുവാൻ, കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ തരുന്ന എല്ലാ നല്ല സന്ദർഭങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമൊക്കെ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം പകരുന്നതായ അവിടുത്തെ വലിയ സാന്നിധ്യം, അവിടുത്തെ സാമീപ്യം, അവിടുത്തെ വചസ്സുകൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിക്കണം. തിരുവചനത്തിന് കൂടുതൽ പ്രാധാന്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം. കേട്ട വചനത്തിൻ പ്രകാരം കർത്താവ് നൽകുന്നതായ സമ്പൂർണമായ സൗഖ്യത്തെ ധ്യാനിച്ച് അതിൽ വിശ്വാസമർപ്പിച്ച് ധൈര്യപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിശുദ്ധ കുർബാന നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ സൗഖ്യം പ്രദാനം ചെയ്യുന്നതായ അനുഭവമാണ്. എന്തിന് ഞാനും നിങ്ങളും വിശുദ്ധ കുർബാന കൈക്കൊള്ളണം? വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നമ്മൾ ചെയ്തതായ കുറവുകൾക്ക് പരിഹാരമൊരുക്കി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം പകരുന്നതായൊരു വലിയ അനുഭവം. ഈ വിശ്വാസത്തോടും ഈ വലിയ താല്പര്യത്തോടും കൂടി വേണം ഞാനും നിങ്ങളും ഓരോ സന്ദർഭത്തിലും വിശുദ്ധ കുർബാനയിലേക്ക് അടുത്തു വരുവാൻ. ആ ഒരു വിചാരത്തോടുകൂടി ഒരുക്കത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്നവർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കുംഭസാരത്തിൻ്റെ ഈ പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി എൻ്റെ പിന്നാലെ ഏറ്റ് ചൊല്ലുക. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുതപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലും സകല പാപവും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരനും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീ. സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐകമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ
ഹോശോ വബുകുല സുബാൻ ലഓൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. മശിഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുള്ള ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണങ്ങുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഹോശോ വബുകുല സുബാൻ ലഓൽമീൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതുമായ ഉന്നതത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. ദൈവമായ കർത്താവിനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായി യോഗ്യവുമാകുന്നു. കർത്താവേ, തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതിനെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയമാടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കൊയ്നാൻ ഓമറീനാൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിനൊരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായെയും അവനെടുത്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിപ്പീൻ. അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സംരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികളും പ്രകാരം
പ്രതിപകരം നൽകുന്ന മഹത്വകരമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു കൊല്ലുന്നു. ലാബോ കാതബ്രോ. സർവശക്തിയുള്ളതായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളോട് തിരുമളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് തിരുമളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് തിരുമളി ചെയ്ത് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ ഗാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുകുല സുബാൻ ഓൽമീൻ. കർത്താവെ, 4 ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തായെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കിം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമത്തിയോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യോസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ, ഷമാശന്മാർ മുതലായി പട്ടണത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേലയുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്കും വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴെ അവരെ നടത്തണമേ. കർത്താവെ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. Hallelujah.
സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തൻ്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, നിന്റെ തൃക്കൈ ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ ഫലമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇറക്കുന്നു. നല്ലവരെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിവിധങ്ങളായ ആവശ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. അടുത്ത ഞായറാഴ്ച ആരംഭിക്കുന്ന മാരാമൺ കൺവെൻഷനെ ദൈവവാരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതിൻ്റെ നടത്തിപ്പ് ക്രമീകരണങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ ഓർക്കാം. തങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതായ കർഷകരെ ഓർക്കാം. അവരോട് ഉത്തരവാദിത്തപ്പെട്ടതായ ആളുകൾ കരുണയോടും ദയയോടും കൂടി ഇടപെടുവാൻ, അവരുടെ ന്യായമായ ആവശ്യങ്ങളെ നിശ്ചയമായും നിറവേറ്റി കൊടുക്കുവാൻ തക്കവണ്ണം ഭരണകൂടങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായ കോവിഡ് രോഗികളുടെ എണ്ണം, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ നാളുകളിൽ വർദ്ധിക്കുന്നതായ എണ്ണം, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നമുക്ക് പരിചയമുള്ളതായ പലർക്കും ഈ നാളുകൾ രോഗബാധിതരായി ചികിത്സയിലൊക്കെ കഴിയുന്നല്ലോ. കർത്താവെ, എല്ലാവർക്കും ഒരുപോലെ സൗഖ്യമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. വിദേശത്തും സ്വദേശത്തുമായി പാർക്കുന്നവർ, പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ എല്ലാവർക്കായും പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും അന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുമുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധികളേറുവായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ.
പക്ഷേ അനുകൂലമാകും. നാഥ അനുഗ്രഹിച്ചെങ്ങളെ തുടയ്ക്കണമേ. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. എൻ്റെ സഹോദരനും വാത്സല്യവുമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യ ദിവസങ്ങൾ പുലിപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലെ ഉണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കണമേ. സൗമൻ കാലോസ് കുറിയേലായിസോ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു. നിന്നുയർപ്പാലതു മാന്യതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാംസുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തം മനത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവപുത്ര, ഞങ്ങൾ ശബ്ദമുയർത്തി പാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം വന്ദനം സുസ്ഥിരമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറയിൽ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളെ ഉയർന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവം എന്നേക്കും തിരിച്ചുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവം നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവിടമേലും ഇവയെ കൊടുക്കുന്നവിടമേലും ഇവയെ കൈക്കൊള്ളുന്നവിടമേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ലി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിനാൽ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ആമേൻ.
കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. ആടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനാ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനാ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ.
ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു താതനാൽ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി ക്രൂശിതനാം ക്രിസ്തുവേ ക്രൂശിൽ നിന്നൊഴുകും നീരുറവയാലിൽ ഞാൻ സൗഖ്യമായിടട്ടെ ക്രൂശിൽ താൻ തൻ മഹത്വം കണ്ടു ശോഭനാട്ടിൽ ചെന്നു ഞാൻ നിത്യജീവൻ നേടും നിത്യതാരമാം ക്രിസ്തു
ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, യേശുമിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത രക്തവും ഞങ്ങൾക്കാർക്ക് ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും. ഹോശോ വബകുല സുബാൻ ലഓൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനു ശേഷം തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായിച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടപെടാ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹോശോ വബകുല സുബാൻ ലഓൽമീൻ. ആമേൻ. ബാരിക്കുമോ. അലിവു നിറഞ്ഞ ബലവാനേ, അനുഗ്രഹമെങ്ങൾ കേകണമേ. നല്ല പ്രയോജനം ഉള്ളവരായി നടത്തിയിടണമേ അടിയാരേ. കർത്താവേ, കരുണാകരനേ, ഞങ്ങളിൽ നീ കൃപ ചെയ്യണമേ. കുറവു വരാത്തു ഒരഭിവൃദ്ധി ഞങ്ങൾക്കെപ്പോഴും ഏകണമേ. കർത്താവേ, തിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത നിന്റെ ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ഇടകുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്കൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി അവിടുത്തെ സമാധാനത്തോട് ഞങ്ങളെ അയക്കണമേ. സഹോദരനും പ്രിയപ്പെട്ടവരുമേ, പാപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടി വിശുദ്ധിയും മഹത്തുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബായിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനരും പാപിയുമായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ തിരിഞ്ഞ് സന്തോഷിച്ച് ആനന്ദിച്ച സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. ക്രിസ്തേശു